ഹായ്, ഞങ്ങളിപ്പോൾ രാവിലെ വെളുപ്പിനെ 3:45. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റതിൻ്റെ പ്രത്യേക കാരണമുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു ഒരു നോമ്പ് സമയത്ത് ഒരു ദിവസം നോമ്പ് പിടിക്കുക, അതെന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നൊക്കെ. ഞങ്ങൾ തീരുമാനിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വളരെ അറിയില്ല. കുറച്ച് കൂട്ടുകാരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും തെറ്റുവല്ല വരികയാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞങ്ങൾ അടുക്കളയിലേക്ക് എത്തി. അപ്പോൾ ബിന്ദു പറഞ്ഞു നമുക്ക് രാവിലെ ചൂട് ദോശ ഈ സമയത്തൊക്കെ വേറെ കഴിക്കുന്നത് എങ്ങനെയാണ്. അപ്പം 2 ദോശ കഴിക്കാം, പിന്നെ പഴമുണ്ട്, കുറച്ച് മുന്തിരിങ്ങയുണ്ട്, കുറച്ച് വെള്ളവും കുടിക്കാം. രാവിലെ ആയതുകൊണ്ട് ആദ്യ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലേ. ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു ആഗ്രഹം, ഒരു നോമ്പ് പിടിച്ച് നോക്കൊരു ദിവസം. അപ്പോൾ ഇന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ട അവധിയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആണ്. ഇന്ന് മറ്റു പുറത്തേക്ക് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണല്ലേ, ദുഃഖ വെള്ളിയാഴ്ചയാണ്. അപ്പം മോളും കൂടെ പറഞ്ഞതാണ്. പക്ഷേ ആശാട്ടിക്ക് വെള്ളം കുടിക്കാൻ നിൽക്കാൻ വളരെ പാടാണ്, കൊച്ചു കുഞ്ഞല്ലേ. കഴിക്കാൻ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദോശയാകുമ്പോൾ കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് സാധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. ദോശ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് കട്ടൻ ചായയും, ദോശയും കട്ടൻ ചായയും അത് കഴിഞ്ഞ് ഏത്തപ്പഴം കൂടെ കഴിക്കുന്നുണ്ട്. നിർബന്ധിച്ച് ഒരു പഴം കൂടി കഴിക്കാൻ പറഞ്ഞു. ഞാൻ ദോശ മാറ്റി പറഞ്ഞു. ബിന്ദുവിന് നിർബന്ധം പഴം കൂടി കഴിക്കണം, ഒരു ദിവസം ഫുള്ള് നിൽക്കേണ്ടതല്ലേ. ആയിക്കോട്ടെ, പ്രയാസം ഇത്ര വെളുപ്പിനൊക്കെ ആഹാരം കഴിക്കാം. എന്തുവാടെ ബിന്ദു. ഇപ്പം പ്രിയപ്പെട്ടവരെ, ഒരു 4:30 മണി കഴിഞ്ഞു. ഇപ്പം ഗൗരി ഉണ്ടോ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങളപ്പം നോമ്പെടുക്കാമെന്ന് പറഞ്ഞ ആളാണ്. നല്ല ഭംഗിയായിട്ടാണ് ഉറങ്ങുന്നത്. നോക്ക്, നല്ല ഭംഗിയായിട്ട് ഉറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ നോമ്പെടുക്കാമെന്ന് പറഞ്ഞ ആളാണ്. കുഞ്ഞല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചു. എല്ലാം കഴിക്കുന്ന പറഞ്ഞാൽ കുറച്ച് കഴിച്ചു, കുറച്ചധികം വെള്ളം കുടിച്ചു. അപ്പം ഞങ്ങളെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഇനി വാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫ്രണ്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് വിളിക്കും. നമുക്ക് കേൾക്കാം. പള്ളി കുറച്ച് ദൂരെയാണ്. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കേൾക്കാം വാങ്ക് വിളിക്കുന്നത്. വാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നോമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൗരി ഉറക്കം എഴുന്നേറ്റ്, ഇത് കള്ള ഉറക്കമാണ്, കണ്ണടച്ചിങ്ങനെ കിടക്കുകയാണ്. ബിന്ദു ഉറക്കം എഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ബിന്ദു മുറ്റമൊക്കെ തൂത്ത് ഇങ്ങനെ വന്ന് കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. ഗൗരിക്ക് ഇന്ന് ഫുൾ ഡേ ഉറക്കമാണ്. നോമ്പ് തുറക്കുമ്പോൾ ഗൗരി ഞങ്ങളുടെ നോമ്പ് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഗൗരി നമ്മളെ നോമ്പ് തുറക്കും. അപ്പം ഗൗരിക്ക് നോമ്പില്ല. ഗൗരിക്ക് നോമ്പിലല്ല പറഞ്ഞേക്കുന്നത്. ഗൗരി കഴിക്കാൻ വേണമെന്നൊക്കെയാണ് ഗൗരി പറയുന്നത്. ഗൗരിക്ക് നോമ്പില്ല. ഗൗരി കഴിക്കും. ഉച്ച വരെ വേണമെങ്കിൽ ഗൗരി കഴിക്കാതിരിക്കാം. പക്ഷെ ഉച്ചയ്ക്ക് ഗൗരി കഴിക്കാൻ വേണമെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴും ഗൗരിക്ക് കാര്യമായിട്ട് തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹായ് പറ. വന്ന് വെള്ളം ഇത്ര നേരം കുടിക്കാൻ അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, വിശപ്പൊന്നുമില്ല. അപ്പം 30 ദിവസവും ഇത് പിടിക്കുന്ന ആൾക്കാർ അവരുടെ ത്യാഗമൊക്കെ സമ്മതിക്കണ്ടേ. അതിനോടൊപ്പം നമ്മളൊരു പാർട്ടാവുകയാണ്. കുഴപ്പമില്ല. വീണ്ടും ഇത് ഞങ്ങൾ ഇതിലെ അനുഭവത്തോടെ ഞങ്ങൾ ചിലപ്പോൾ ഈ വർഷം ഒന്നും കൂടെ പിടിക്കാനുള്ള പ്ലാനുണ്ട്, അല്ലേ? ഈ വർഷമാണോ ഇനി അടുത്ത നോമ്പെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ അതിനുള്ള പ്ലാനിങ് കൂടെ ചെയ്യുന്നുണ്ട്. കണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. വെള്ളം വേണം. അങ്ങനെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് മൊബൈലും ഒക്കെ നോക്കി എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്.
ഗൗരി അവിടെ റീലടിക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ ചെയ്യും. ഗൗരിക്ക് വെള്ളം കുടിക്കാലോ, കഴിക്കാലോ. എന്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? എനിക്ക് കുഴപ്പമില്ല, ചെറിയൊരു ദാഹം. എന്തിനൊന്നും ജോലി കുറവാണ് കേട്ടോ, ജോലി കുറവാണ്. ടി വി ഒക്കെ ഇവിടെ കിടക്കുകയാണ്, അവിടെ കിടന്ന് തലയിണയ്ക്ക് ഇവിടെ കിടന്നായിരുന്നു. വല്ലപ്പോഴും റെസ്റ്റ് വേണ്ടായി. കുറയ്ക്കാൻ പറ്റുന്നില്ല വിഷമം മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. ടി വി കാണുമ്പോൾ എന്തിനും കുറയ്ക്കുന്നത്, ഒന്നും കുറയ്ക്കാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ നോമ്പിൻ്റെ ഏകദേശം സമയം 1:10 രണ്ടൊരു 7 മണിക്കൂറോളം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് തുടങ്ങിയിട്ട് ഒരു 7 മണിക്കൂറോളം കഴിഞ്ഞു. ഇനി ഓക്കെ, ദൂരെ വാക്ക് കേൾക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ നോമ്പ് നമ്മൾ അവസാനിപ്പിച്ച് നോമ്പ് മുറിക്കാൻ പോവുകയാണ്. 14 മണിക്കൂറോളം, ഏകദേശം 14 മണിക്കൂറോളമാണ് നമ്മൾ നോമ്പ് മുറിക്കാൻ പോവുകയാണ്. നമ്മൾ ഈന്തപ്പഴം എടുത്ത് കഴിച്ച് നമ്മൾ നോമ്പ് മുറിക്കുകയാണ്. ആ വെള്ളം പോകുന്ന വഴിയെല്ലാം അറിയാനുണ്ട്. ഇത്രയ്ക്കും തൊണ്ട ഡ്രൈ ആയിട്ടിരുന്നതാണ്. ജ്യൂസ് ഇവിടെ കുടിക്കുകയാണ്. മധുരം നോക്കിയിട്ടായിരുന്നു, മധുരമുണ്ട്. നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ നല്ല അനുഭവമായിരുന്നു. ലോകത്തുള്ള കോടാനുകോടി മുസ്ലിം സഹോദരങ്ങളൊപ്പം നമ്മളും ഒരു ദിവസം നോമ്പെടുത്ത് അതിൽ പങ്കാളികളാവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷം ദൈവാനുഗ്രഹമൊക്കെ എത്തിച്ചേർന്ന് വരികയാണ്. നമുക്ക് നോമ്പെടുക്കാം. ആദ്യത്തെ അനുഭവമായിരുന്നു, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ നന്ദി. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ കഴിക്കാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൗരി ഇരുന്നുണ്ട്. ഗൗരിക്ക് ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇനി കഴിച്ച് സന്തോഷമായിട്ട് ദിവസം അവസാനിക്കുന്നു. ഓക്കെ, ശരി.